പ്രാർത്ഥിക്കാം. കണ്ണുകൾ ദൈവസ്ഥലം നമുക്ക് അടയ്ക്കാം. എല്ലാവരും അല്പസമയം കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ദാനമായി കൊടുത്ത ഈ കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നാം അത് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇവിടെ ആയിരിക്കും ദൈവമക്കൾ എല്ലാവരും ദൈവസന്നിധിയിലാണ്. ആമേൻ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, നല്ലതും വിലയേറിയതുമായ നല്ല സമയത്തിനുമായി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് സുഭാഷിനും പ്രിയ ഷേബാസിനും വിവാഹാനന്തരം കർത്താവെ അവർക്ക് നൽകിയ ആ തലമുറയെ ദൈവിക കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി പ്രയാസങ്ങളിലൂടെ ആ കുടുംബം കടന്നുപോയി. എന്നാൽ തക്ക സമയത്ത് അവർക്ക് ഭാവി ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി ഒരുങ്ങിയല്ലോ നാഥ. കർത്താവെ, അതിന്റെയൊക്കെ പുറകിൽ ദൈവത്തിന്റെ മഹാസാന്നിധ്യം കൃപയിൽ കൂടെ ഇരുന്നല്ലോ നാഥ. തക്ക സമയമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺതലമുറയെ ദൈവമായ കർത്താവ് അവർക്ക് ദാനമായി നൽകിയല്ലോ നാഥ. ഇപ്പോൾ പൈതലെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവജനത്തിന്റെ മധ്യത്തിലും വിശുദ്ധ ദൈവദാസന്മാരുടെ മധ്യത്തിലും ഹല്ലേലൂയ, കർത്താവിന്റെ ശ്രേഷ്ഠദൂതന്മാരുടെ സാന്നിധ്യത്തിലും കർത്താവേ, പൈതലെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ദൈവത്തിനെ ഞങ്ങൾ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ്. യാതൊരുമായ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാക്കുവാൻ ഇടയാക്കില്ലേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് മുദ്രയിട്ട് സൂക്ഷിക്കുന്ന കൃപയ്ക്കാണ് ഞങ്ങൾ നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. ഹെവൻ സുഭാഷ് എന്ന ഈ കുഞ്ഞിനെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അത് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദൈവകരങ്ങളിൽ ഏൽപ്പിപ്പാൻ നമുക്ക് കൃപ നൽകിയല്ലോ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.